DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 4 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, വിലക്കുറവൊക്കെ കണ്ട് ഓൺലൈനായി സാധനങ്ങൾ വാങ്ങുന്ന നിരവധി പേരുണ്ട്. അത്തരക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാർത്താ അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത്. ആമസോൺ ഇ-കൊമേഴ്സിൻ്റെ കളമശ്ശേരിയിലെ ഗോഡൌണിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ബ്രാഞ്ച് പരിശോധന നടത്തിയിരിക്കുകയാണ്. ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ശേഖരിച്ചതായുള്ള രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധനയിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള ബ്രാൻഡുകളുടെ പേരിൽ നിർമ്മിച്ച ഗാർഹിക, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ, കളിപ്പാട്ടങ്ങൾ, പാദരക്ഷകൾ തുടങ്ങിയവ പിടിച്ചെടുത്തിട്ടുണ്ട്. ISI മാർക്ക് വ്യാജമായി ഒട്ടിച്ചതും നിയമപ്രകാരമുള്ള ലേബലുകൾ ഒട്ടിക്കാത്തതുമായ ഉൽപ്പന്നങ്ങൾ ഇവയിൽ പെട്ടുവെന്നാണ് വിവരം. BIS സർട്ടിഫിക്കേഷൻ മാർക്ക് വ്യാപകമായി ദുരുപയോഗിച്ചതായും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഉൽപ്പന്നങ്ങളിൽ ഒട്ടിച്ച ലേബലുകൾ എളുപ്പം പൊളിഞ്ഞുപോകുന്നതും മുദ്രകൾ ശരിയായി പതിയാത്തതുമായിരുന്നു. എന്തായാലും ഓൺലൈൻ പർച്ചേസുകൾ നടത്തുന്നവരൊക്കെ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, ഉപഭോക്താക്കൾക്ക് വമ്പൻ ഇളവുകൾ പ്രഖ്യാപിച്ച KSEB. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കുടിശ്ശിക അനായാസം അടച്ചു തീർക്കുവാനുള്ള സുവർണ അവസരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ KSEB ഒരുക്കുന്നത്. 2 വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകളാണ് ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കുവാൻ കഴിയുക. വൈദ്യുതി ബിൽ കുടിശ്ശിക കാരണം വിച്ഛേദിക്കപ്പെട്ട കണക്ഷനുകൾ കുടിശ്ശിക അടച്ചുതീർത്ത് പുനഃസ്ഥാപിക്കാനാകും. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് KSEBയുടെ കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി. 2025 മെയ് 20 മുതൽ 3 മാസക്കാലം ഏറ്റവും മികച്ച ഇളവുകളോടെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ദീർഘകാല കുടിശ്ശിക തീർക്കാൻ കഴിയും. വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി KSEB പ്രഖ്യാപിച്ചത്. 10 കൊല്ലത്തിനു മുകളിൽ പഴക്കമുള്ള കുടിശ്ശിക തുകയുടെ 18% നിരക്കിൽ വരുന്ന പലിശ പൂർണ്ണമായും ഒഴിവാക്കി നൽകും. 5 മുതൽ 10 വർഷം വരെയുള്ള കുടിശ്ശിക തുകയ്ക്ക് 18% പകരം 4%, 2 മുതൽ 5 വർഷം വരെയുള്ള കുടിശ്ശിക തുകയ്ക്ക് 18% പകരം 6% എന്നിങ്ങനെ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ഒറ്റത്തവണയായി തീർപ്പാക്കാൻ കഴിയും. പലിശ തുക 6 മാസത്തെ തുല്യ ഗഡുക്കളായി അടക്കുവാനും അവസരമുണ്ട്. കുടിശ്ശികയായ വൈദ്യുതി ബിൽ തുകയും പദ്ധതിയുടെ ഭാഗമായി ഇളവ് കണക്കാക്കിയുള്ള പലിശ തുകയും ചേർത്ത് ഒറ്റത്തവണയായി അടച്ചു തീർക്കുന്നവർക്ക് ആദ്യമായി ബിൽ കുടിശ്ശികയിൽ 5% ഇളവും ലഭിക്കും. അതായത് ബിൽ കുടിശ്ശികയുടെ 95% മാത്രം അടച്ചാൽ മതി. KSEB ഇത്രയേറെ ഇളവുകളോടെ കുടിശ്ശിക തീർപ്പാക്കാൻ അവസരമൊരുക്കുന്നത് ഇതാദ്യമാണ്. റവന്യൂ റിക്കവറി നടപടികൾ പുരോഗമിക്കുന്നതോ കോടതി വ്യവഹാരത്തിലുള്ളതോ ആയ കുടിശ്ശികകളും ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാനാകും. കേബിൾ TV ഉടമകളുടെ വൈദ്യുത പോസ്റ്റ് വാടക കുടിശ്ശികയും ഈ പദ്ധതിയുടെ ഭാഗമായി തീർപ്പാക്കാൻ അവസരമുണ്ട്. ലോ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് അതത് സെക്ഷൻ ഓഫീസിലും, ഹൈ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് സ്പെഷ്യൽ ഓഫീസർ റവന്യൂ കാര്യാലയത്തിലുമാണ് ഈ സേവനം ലഭ്യമാവുക. OTS.KSEB.in എന്ന പ്രത്യേക വെബ് പോർട്ടൽ വഴിയും കുടിശ്ശികയുടെ വിശദാംശങ്ങൾ അറിയുവാനും പണമടക്കുവാനും അവസരമൊരുക്കും. അതിനാൽ ഗുണഭോക്താക്കൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം പൂർത്തിയായിരിക്കുകയാണ്. മെയ് 3 ശനി വരെയായിരുന്നു ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഉണ്ടായിരുന്നത്. നാളെ മെയ് 5 തിങ്കൾ ആദ്യ പ്രവൃത്തി ദിനമായതിനാൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. മെയ് 6 ചൊവ്വ മുതലാണ് മെയ് മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. ഏപ്രിൽ മാസത്തെ റേഷൻ അവസാന ഘട്ടത്തിൽ വാങ്ങിയവർക്ക് മെയ് മാസത്തിൽ 2 റേഷനാണ് ലഭിക്കുക. അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരറിയിപ്പ്, APL കാർഡ് കൈവശമുള്ളവർ BPL കാർഡിന് അപേക്ഷ വച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥിരീകരണ സന്ദേശങ്ങൾ, അതായത് BPL കാർഡ് അപ്രൂവ് ആയെന്നടക്കമുള്ള സന്ദേശങ്ങൾ നമ്മുടെ ഫോണിലേക്ക് ലഭ്യമാകുന്നതാണ്. ആ സമയത്ത് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി പുതിയ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനും അടുത്ത മാസം മുതൽ തന്നെ റേഷൻ വിഹിതം സൗജന്യ നിരക്കിലേക്ക് മാറുന്നതുമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.